രണ്ടാമത് തപം, കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. യേശു കരഞ്ഞിട്ടുണ്ടോ? എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. കരയാനാണോ ചിരിക്കാനാണോ എളുപ്പം? ചിരിക്കാനാണ് എളുപ്പം. കാരണം ഇവിടുത്തെ 17 മസിൽ വർക്ക് ചെയ്താണ്. കരയാനാണെങ്കിൽ 40 മസിൽ വർക്ക് ചെയ്യണം. ഇല്ല, അനാട്ടമി അറിയാവുന്നവർക്ക് ഇവിടെ കാണുമല്ലോ. 40 മസിൽ വർക്ക് ചെയ്യണമെന്ന് പറയാം. കരയാൻ ചിരിക്കാനാണെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും കാണുമ്പോൾ ഒരു സിൻസിയറിറ്റി ഇല്ലാതെ ഇങ്ങനെ വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. യേശു കരഞ്ഞിട്ടുണ്ട് 3 പ്രാവശ്യം. ഒന്നാമത് ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കരഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ജെറുസലേം ജെറുസലേം, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ എന്നെ എന്നോട് ചേർക്കാൻ മനസ്സായിരുന്നില്ലേ എന്ന് ചോദിച്ച് യേശു കരഞ്ഞിട്ടുണ്ട്. മൂന്നാമത് ഗെത്സമന തോട്ടത്തിൽ യേശുവിന്റെ ഉള്ളം കലങ്ങി വേദനപ്പെട്ടിട്ടുണ്ട്. ഈ 3 കരച്ചിലും പ്രത്യക്ഷത്തിൽ നോക്കിയാൽ യേശുവിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ദുഃഖമായിട്ട് നമുക്ക് തോന്നുള്ളൂ. എന്നാൽ ഇത് 3 യേശുവിന്റെ വൈയക്തികമായ ദുഃഖമല്ല, പിന്നെയോ അതിന് സവിശേഷമായ ഒരു അർത്ഥമുണ്ടെന്ന് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പറയും. ഒന്നാമത്തെ കരച്ചില് ലാസറിന്റെ കല്ലറയ്ക്കൽ. അതൊന്നുകൂടെ ഒരു ക്ലോസപ്പിലൊന്ന് എടുത്തു നോക്കി. ലാസർ മരിച്ചു കിടക്കുന്നു, 4 ദിവസമായി കല്ലറയിൽ കിടക്കുന്നു. യേശു ആ കല്ലറയുടെ സമീപം നിൽക്കുന്നു. ആ കല്ലറയുടെ സമീപം നിൽക്കുന്ന യേശുവിനെ കുറെ കൂടി സൂക്ഷ്മമായി നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, വരിക നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ നിർമ്മിക്കുക എന്ന് പറഞ്ഞ തൃത്വമാകുന്ന ദൈവത്തിൽ ഒരുവനാണ് അവിടെ നിൽക്കുന്ന. സൃഷ്ടാവാൻ ദൈവമാണ് അവിടെ നിൽക്കുന്നത്. സൃഷ്ടാവാൻ ദൈവം അവിടെ നിന്ന് സൃഷ്ടിയെ നോക്കുമ്പോൾ, ഞാൻ ഏദനിൽ ആദമിനെ സൃഷ്ടിച്ചത് ഇമ്മോർട്ടാലിറ്റിയിലേക്കാണ്, എറ്റേണിറ്റിയിലേക്കാണ്, കറപ്ഷൻ ഇല്ലായ്മയിലേക്കാണ്. പക്ഷേ ഇവിടെ പാപം മൂലം അവൻ മരണത്തിലേക്കും ദ്രവത്വത്തിലേക്കും കറപ്ഷനിലേക്കും പോയിരിക്കുന്നു എന്ന് സൃഷ്ടിയുടെ പാപാവസ്ഥയെ പ്രതിയുള്ള സൃഷ്ടാവിന്റെ ദുഃഖമാണ് അവിടുത്തെ യേശുവിന്റെ കണ്ണുനീരിന്റെ കാരണമെന്ന് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പറയും. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ജെറുസലേം ജെറുസലേം എന്ന് വിളിച്ചു കരയുന്നത് എന്നെ അവർ സ്വീകരിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം കൊണ്ടൊന്നുമല്ല, പിന്നെയോ അവരുടെ രക്ഷകന്റെ ആഗമനകാലം അറിയാത്ത വിധം പാപം മൂലം കുരുടായിത്തീർന്ന അവരുടെ കണ്ണുകളെ കുറിച്ചും അവന്റെ വാക്ക് കേട്ട് ഗ്രഹിക്കാനാവാത്ത വിധം പാപം മൂലം കഠിനമായി പോയ അവരുടെ കർണപുടങ്ങളെ കുറിച്ചുമുള്ള സൃഷ്ടാവിന്റെ ദുഃഖം, സൃഷ്ടിയുടെ പാപാവസ്ഥയെ കുറിച്ചുള്ള സൃഷ്ടാവിന്റെ ദുഃഖം. മൂന്നാമത് ഗെത്സമന തോട്ടത്തിൽ യേശു കരയുന്നത് കൂടെ ഇരുന്നവൻ ഒറ്റി കൊടുത്തിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഒറ്റി കൊടുക്കാൻ പോകുന്നു എന്ന് ഓർത്തിട്ടൊന്നുമല്ല, പിന്നെയോ തന്നെ ഈ സഹന മരണങ്ങൾ കേൾപ്പിക്കാൻ പോകുന്ന ഇസ്രായേൽ ജനത്തിന്റെ പാപം മൂലമുള്ള ഹൃദയകാഠിന്യത്തെ കുറിച്ച്, അവർക്കുണ്ടാകാൻ പോകുന്ന ശിക്ഷാവിധിയെ കുറിച്ചുള്ള ദുഃഖമാണ്. അതിന് തെളിവുണ്ട്. അവന്റെ കുരിശിലെ മരണമൊഴികളിൽ ആദ്യത്തേത് പോലും, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയുകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. അപ്പൊ സൃഷ്ടിയുടെ പാപാവസ്ഥയെ പ്രതിയാണ് സൃഷ്ടാവ് 3 തവണ വിലപിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ പാപാവസ്ഥയെ കുറിച്ച് എന്തുമാത്രം വിലപിക്കണം. പക്ഷെ ഇന്നിപ്പോ നമുക്ക് നമ്മുടെ പാപത്തെ കുറിച്ച് അത്ര വലിയ സങ്കടമൊന്നുമില്ല. കാരണം ഇന്നിപ്പോ നമുക്ക് സിൻ ഇല്ലല്ലോ, വീക്ക്നെസ് അല്ലേ ഉള്ളൂ. അല്ലേ? പോപ്പ് ബെനഡിക്റ്റ് പറഞ്ഞ മാതിരിയാണ്, നമുക്ക് ആർക്ക് സിൻ ഇല്ലല്ലോ, വീക്ക്നെസ് അല്ലേ ഉള്ളൂ. അല്ലേ? പോപ്പ് ഷെനോഡ കോപ്റ്റിക് ഓർത്തഡോക്സ് പാത്രികീസ് ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട് റിപ്പൻഡൻസിനെ കുറിച്ച്. അതിലൊരു ചാപ്റ്ററിന്റെ പേര് 4 ഇൻസെന്റീവ്സ് ഫോർ റിപ്പൻഡൻസ് എന്നാണ്. അതിൽ 4 ഇൻസെന്റീവ് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ നമുക്ക് സങ്കടം വരും. ഒന്നാമത്തെ ഇൻസെന്റീവ് ഇതാണ്: ഇഫ് യു നോ ഹു യു ആർ യു വിൽ റൈസ് അബൌവ് സിൻ. നീ ആരാണെന്നുള്ള ബോധം നിനക്കുണ്ടായാൽ നീ പാപത്തിൽ നിന്ന് എഴുന്നേക്കും. എന്നിട്ട് വേദപുസ്തകത്തിൽ നിന്ന് അക്കമിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, യു ആർ ദ ഇമേജ് ഓഫ് ഗോഡ്, യു ആർ സൺ ഓഫ് ഗോഡ്, അല്ലെ ഡോട്ടർ ഓഫ് ഗോഡ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, യു ആർ ജസ്റ്റ് എ ബ്രീത്ത് ഫ്രം ദ ലിവിംഗ് ഗോഡ്. ഇങ്ങനെ എത്രയാണോ? നിങ്ങൾ ദൈവത്തിന്റെ കൃഷിയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ഗ്രഹവിചാരമാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. എത്ര ഐഡന്റിറ്റി കാർഡാണ് നമുക്കുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് അവനവനെ കുറിച്ച് ഓർത്താൽ, ഇഫ് യു നോ ഹു യു ആർ യു വിൽ റൈസ് അബൌവ് സിൻ. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഇഫ് യു നോ വാട്ട് സിൻ ഈസ് യു വിൽ ഫ്ലീ ഫ്രം സിൻ. സിൻ ഈസ് ഡെത്ത്, സിൻ ഈസ് ഏലിയനേഷൻ, സിൻ ഈസ് എ ലോസ്.
ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലാണ് ഈ നഷ്ടത്തെ കുറിച്ച് 3 പറയുന്നത്. The lost coin, the lost sheep and the lost son. അല്ലേ? ഇത് 3 നഷ്ടപ്പെട്ടു പോകുന്നത് മനുഷ്യന്റെ പാപം മൂലം അവനെ തന്നെ ദൈവത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പ്രതീകമായിട്ടാണ്. 3 കാരണങ്ങളാലാണ് ഈ 3 നഷ്ടങ്ങളും ഉണ്ടാകുന്നത്. The lost son, അവൻ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? ബൈ ഹിസ് ഓൺ ഇന്റലിജൻസ്. അവന്റെ ഫ്രീഡം അവൻ മിസ്യൂസ് ചെയ്തു, അതുകൊണ്ടാണ് അവന് സ്വയം നഷ്ടപ്പെടുന്നത്. Lost sheep by its ignorance, the lost coin by the negligence of others. ഓപ്ഷൻ ഇവിടെ എങ്ങനെ പറയുന്നത്? The sinner is a lost person, whether he is lost by his own intelligence or by his ignorance or by the negligence of others. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുമോ ഇതൊന്നും ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നോമ്പൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന്റെ കാരണം നമ്മൾ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കും. ദൈവം എന്നൊക്കെ പറയാൻ സാധിക്കില്ല, അതിൽ ആവശ്യം വരുമ്പോൾ വിളിച്ചാൽ പോലെ ലോജിക്കലായിട്ട് ചിന്തിക്കും. അപ്പോൾ 2ാമത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, 3ാമത് ബാക്കി ആരെങ്കിലും നമ്മൾക്ക് ഒരു സാഹചര്യം ഒരുക്കിയാലും ചിലപ്പോൾ നമ്മൾ തെറ്റിപ്പോകാം. ഇങ്ങനെ 3 കാരണങ്ങൾ കൊണ്ട് പാപത്തിലേക്ക് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ടാണ് ഇഫ് യു നോ വാട്ട് സിൻ ഈസ് യു വിൽ ഫ്ലീ ഫ്രം സിൻ. 3ാമത് അദ്ദേഹം പറയുന്നു, ഇഫ് യു നോ ദ റിസൾട്ട്സ് ഓഫ് സിൻ യു വിൽ ഫ്ലീ ഫ്രം സിൻ. എന്താണ് പാപത്തിന്റെ ഫലം എന്നറിയണമെങ്കിൽ ആദമിനെ നോക്കണം, ആഹാനെ നോക്കണം, ശിംശോനെ നോക്കണം, യൂദായെ നോക്കണം, പീലാത്തോസിനെ നോക്കണം. ഇങ്ങനെ കുറെ പേരെ നോക്കണം. ലോസ് ഓഫ് ഇന്നർ പീസ്, സ്ട്രെസ്, സ്ട്രെയിൻ, ഇതൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മറഞ്ഞിരിക്കാനുള്ള ആഗ്രഹം, മറ്റുള്ളവരോട് വന്ന് വെളിച്ചത്തിൽ സംസാരിക്കാനുള്ള ഒരു വിമുഖത, ഒരു വല്ലാത്തൊരു ഡിപ്രസീവ് മോഡിൽ ഇരുട്ടിലൊക്കെ പോയി ഇരിക്കുക. ഇതൊക്കെ ശരിക്കും നമ്മളുടെ ഉള്ളില് എന്തൊക്കെയോ നമ്മൾ മറച്ചു വെച്ച് അടിഞ്ഞുകൂടി ഇരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ് പറയുക. 4ാമത് അദ്ദേഹം പറയുന്നു, ഇഫ് യു നോ ദ പണിഷ്മെന്റ് ഫോർ സിൻ യു വിൽ ബി അഫ്രൈഡ് ഓഫ് സിൻ. എന്താണ് പാപത്തിന്റെ ശിക്ഷ എന്നറിയാമെങ്കിൽ നീ പാപത്തെ ഭയപ്പെടും. പാപത്തിന്റെ ശിക്ഷ ഇപ്പൊ നരകത്തിൽ പോകുന്ന പേടിച്ചൊന്നല്ല കേട്ടോ, സങ്കടം വരേണ്ടത്. അത് ഈസ്റ്റേൺ ഓർത്തഡോക്സിയിൽ അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല, അത്രയും ഹാർഡായിട്ട്. അത് ആദ്യത്തെ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടെ നമ്മൾ സ്പിരിച്വൽ മച്യൂരിറ്റിയിൽ എത്തിയാൽ നമുക്ക് സങ്കടം വരേണ്ടതിന്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇത്രയൊക്കെ തെറ്റിപ്പോയിട്ട് നമ്മളെ ദൈവം എപ്പോഴും സ്നേഹിക്കുന്നുണ്ടല്ലോ. ആ ദൈവ സ്നേഹത്തിന്റെ ആഴം ഓർക്കുമ്പോൾ ശരിക്കും സങ്കടം വരത്തില്ല. അങ്ങനെ സങ്കടം വരണം. അങ്ങനെയാണ് ശരിക്കും റിപ്പന്റൻസ് ഉണ്ടാവേണ്ടത്. അല്ലാതെ നരകത്തിൽ പിടിച്ചിടും തീക്കകത്തിടും എന്ന് പറഞ്ഞിട്ടാണ് റിപ്പന്റൻസ് ഉണ്ടാവേണ്ടത്. നമ്മളെപ്പോഴും സ്നേഹിക്കുന്ന ആ ദൈവ സ്നേഹത്തിന്റെ ഡെപ്ത് നമ്മളൊന്ന് വെറുതെ ഓർത്താൽ മതി, നമുക്ക് ഭയങ്കര സങ്കടം. ഈ ഡെസേർട്ട് ഫാദേഴ്സിന്റെ ഒരു സ്റ്റോറി ഉണ്ട് ഈ ശിക്ഷയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് തരാം. ഈ മങ്സിന്റെ കഥ പറയുമ്പോഴേ, ഈ മങ്സ് നോർമലാണോ? ഈ സന്യാസിമാര് നോർമലാണ്? നോർമലായിട്ട് ജീവിച്ചാൽ സന്യാസിയാൻ പറ്റുമോ? വലിയ പാടാ. കാരണം നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾ നോർമലായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണ്? നന്നായിട്ട് പഠിക്കണം, ജോലി കിട്ടണം, കല്യാണം കഴിക്കണം, എന്നിട്ട് അവരുടെ പിള്ളേർക്ക് നിങ്ങളുടെ പേരുണ്ടാവും. ഇതാണ് നമ്മുടെ നോർമൽ ലൈഫ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. ആ ഒരു സ്ട്രാറ്റജിയിലാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലാതെ ആരെങ്കിലും പിള്ളേരെ വല്ല മങ്കൊക്കെ ആക്കണം, നന്നാക്കണം എന്നുണ്ടെങ്കിൽ എന്നോട് വിട്ടു കേട്ടോ. അവരെയൊക്കെ ഞാൻ താമസിപ്പിച്ചോളാം. അവിടെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ റൂമുണ്ട്. അപ്പൊ അങ്ങനെ അപ്പൊ അതൊരു അബ്നോർമാലിറ്റി ആണല്ലേ. ഇവൻ നാരായണത്ത് ഭ്രാന്തൻ, നമ്മുടെ നാട്ടിലുള്ള ആളാണല്ലോ. നാരായണത്ത് ഭ്രാന്തനെ എന്തിനാ നമ്മള് ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത്? അയാള് കല്ലുരുട്ടി മലയുടെ കൊണ്ടു കൊണ്ടുവച്ചിട്ട് താഴോട്ട് ഇട്ടിട്ട് അയാളിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ശരിക്കും അയാൾ എന്താ കാണിച്ചത്? നമ്മുടെ ജീവിതത്തിന്റെ മോക്ക് ഡ്രില്ലാണ് അയാൾ കാണിച്ചത്. നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ഏൺ ചെയ്യുന്നതൊക്കെ നമ്മളിങ്ങനെ ഉരുട്ടി 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 വെച്ച് അവസാനം ഇതെല്ലാം കൂടി ഇട്ടിട്ടൊരു പോക്കുണ്ട്. അവിടെ ആ പള്ളിയുടെ നടുക്കുള്ള ആ റെഡ് കാർപ്പറ്റിൽ കൂടെ, ഈ റെഡ് കാർപ്പറ്റിൽ കൂടെ പോകുന്ന ഐശ്വര്യ റായ് മാത്രമല്ല, നമ്മളെല്ലാരും ഈ റെഡ് കാർപ്പറ്റിൽ കൂടെ ഒരു വരവുണ്ട്. ആ പെട്ടിക്കകത്ത് കിടന്നിട്ട് നല്ല സുന്ദരിമാരായിട്ട് ഇങ്ങനെ വരില്ലേ. അപ്പൊ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ നാരായണത്ത് ഭ്രാന്തൻ ഇറങ്ങി വന്ന പോലെ ഫ്രീ ആയിട്ട് അയാൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മോക്ടറിലാണ് കാണിച്ചത്. ശരിക്കും നമുക്കാണോ ഭ്രാന്ത്, അയാൾക്കാണോ ഭ്രാന്ത്? അപ്പൊ ഈ ഒരു എക്സ്റ്റസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എല്ലാ ദർശകന്മാർക്കുള്ളതാണ്. അബ്രഹാമിന്റെ മൈഗ്രേഷൻ പോലും ഒരു എക്സ്റ്റസിയാണ്. അത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ് എക്സ്റ്റസി ഇംഗ്ലീഷിൽ വരുന്നത്. എക്സ്റ്റാറ്റിക്, ഔട്ട് ഓഫ് നോർമൽ സ്റ്റേറ്റ് ആണ്. ഒരു സ്വപ്നത്തിന്റെ പുറകെ ഒരാൾ ഇറങ്ങിപ്പോവുക, അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പോവാന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റസിയാണ്. അതാണ് അബ്രഹാമിന്റെ മൈഗ്രേഷൻ. അയാൾക്ക് പരിചയമുള്ള വീടും വിട്ട് സ്ഥലവും വിട്ടിട്ട് അയാൾ ഇറങ്ങിപ്പോവാണ്.
വെറുതെ ഒരു ഡ്രീമിന്റെ പുറത്ത്. അപ്പൊ ഞാൻ ഈ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് എന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കഥയുടെ എൻഡിങ് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല. കഥ എത്രയേ ഉള്ളൂ. ഡെസേർട്ടിൽ ഒരു സന്യാസിക്ക് വഴിതെറ്റി, അയാളുടെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം തീർന്നു. അയാളിങ്ങനെ വഴിതെറ്റി അയാൾ ഒരു തരത്തിൽ അലഞ്ഞ് ഡെസേർട്ടിൽ, നിങ്ങൾക്ക് അറിയാലോ, ഒന്നും കിട്ടുന്നില്ല. അയാൾ അവസാനം അയാൾക്ക് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു നീരുറവയൊക്കെ ഒരു വെള്ളമുള്ള സ്ഥലം കണ്ട് അതിനോട് ചേർന്ന് ഒരു കുക്കുംബറിന്റെ തോട്ടം കണ്ടു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമല്ലോ. അയാൾ നേരെ അവിടെ ചെന്നു. ആരെങ്കിലും ഉണ്ടോ വിളിച്ചു നോക്കി, ആരെയും കാണുന്നില്ല. അയാൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അയാൾ ഒരു കുക്കുംബറിൽ ഇങ്ങനെ കൈ വെച്ചു പറിക്കാനായിട്ട്. കൈ വെച്ചപ്പോഴാണ് അയാൾ ആലോചിച്ചത്, ഞാനിപ്പോൾ ആരോടും ചോദിക്കാതെ ഇത് പറിച്ചാൽ അത് മോഷണമാവുമല്ലോ. അപ്പൊ അത് വിശക്കുമ്പോൾ ഭക്ഷണം മോഷ്ടിച്ചാൽ എന്താണ് ശിക്ഷ? നമ്മുടെ നാട്ടിൽ എന്താ ശിക്ഷ? തല്ലിക്കൊല്ലണം. എന്നിട്ട് ഫേസ്ബുക്കിലാണ്. ഈ ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലൊക്കെ വളരെ ഹാർഡാണല്ലോ ശിക്ഷ. അപ്പൊ ഇയാൾ എങ്ങനെ ആലോചിച്ചിട്ട് ദേ ഈ കുക്കുംബറിൽ നിന്ന് കൈയും കണ്ടു. എന്താണെന്ന് ഇയാൾ ആലോചിച്ചത്, ആ ശിക്ഷ എന്താന്ന് വെച്ചാൽ വിശക്കുമ്പോൾ ഭക്ഷണം മോഷ്ടിച്ചാല് അന്ന് അവിടെ നിലവിലിരുന്ന ശിക്ഷ ഒരു 5 മണിക്കൂർ ആ ഡെസേർട്ടിൽ ഇങ്ങനെ വെയിലത്ത് നിൽക്കണം. ഇങ്ങനെ ഇയാൾ എന്തോ ചെയ്യുന്നറിയോ, ആ കുക്കുംബറിൽ നിന്ന് കൈ എടുത്ത് ആ ഡെസേർട്ടിൽ പോയി ഇങ്ങനെ മാറി നിൽക്കുകയാണ് വെയിലുകൊണ്ട് 5 മണിക്കൂർ. ശിക്ഷ അനുഭവിക്കാൻ ശേഷി ഉണ്ടെങ്കിൽ കുറ്റം ചെയ്താൽ പോലെയാണ്. നിങ്ങൾ വിശ്വസിക്കൂ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവന്മാർക്ക് എക്സ്തസിയാണ്. ഇത്രയും സൂക്ഷ്മമായിട്ട് സുവിശേഷപരമായിട്ട് ജീവിച്ച ആളുകളുടെ പിൻതലമുറയിലാണ് നമ്മൾ ക്രിസ്ത്യൻ എന്നുള്ള ടൈറ്റിലിൽ ജീവിക്കുന്നത് എന്ന് ശരിക്കും സങ്കടം വരും. ഞാൻ ഓർത്താൽ തന്നെ സങ്കടം വരും. ഇനി മൂന്നാമത്തേത് സമം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. മനഃപൂർവ്വം താങ്ക് യു. കുഴപ്പമില്ല. പോയി കഴിഞ്ഞാൽ അച്ഛനെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനോട് സമയമില്ലാന്നല്ല, ടൈം ഇല്ലാത്തത്. സമം, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഈ സൗമ്യതയെ കുറിച്ച് പറയുമ്പോൾ എക്സോഡസ് ഇവന്റ് ഒന്നും ഓർക്കാതെ പോകാൻ പറ്റില്ല. എക്സോഡസ് ഇവന്റ് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ബേസ് ആയിട്ട് നിൽക്കുന്നത്. അത് ജൂയിഷ് ആയാലും ക്രിസ്ത്യൻ ആയാലും സ്പിരിച്വാലിറ്റിയുടെ ബേസ് എക്സോഡസ് ഇവന്റ് ആണ്. എന്താണ് എക്സോഡസ് ഇവന്റ്? There was a bondage, then a liberation, then a journey to a promise. 4 കാര്യങ്ങളേ ഉള്ളൂ. ബോണ്ടേജ് ഉണ്ട്, ലിബറേഷൻ ഉണ്ട്, ജേർണി ഉണ്ട്, പ്രോമിസ് ഉണ്ട്. മോശ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിൽ കൂടി 40 വർഷം യാത്ര ചെയ്ത് വാഗ്ദത്ത ദേശമായ കനാനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ പ്രൊസീജിയറാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഫറവോയുടെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽക്കാരെ മോശ വിമോചിപ്പിച്ച് ചെങ്കടൽ കടത്തിയതുപോലെ സാത്താന്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യവംശത്തെ ക്രിസ്തു വിമോചിപ്പിച്ച് മാമോദീസായാകുന്ന വെള്ളത്തിൽ കൂടെ കടത്തി ഇപ്പുറത്ത് വന്നു. ക്ലിയർ ആയോ? മാമോദീസായുടെ 5 പഴയ നിയമ പ്രതീകങ്ങളിൽ ഒന്നാണ് ചെങ്കടൽ സ്നാനം. ഒന്നാമത്തേത് നോഹയുടെ പെട്ടകം, രണ്ടാമത്തേത് ചെങ്കടലിലെ സ്നാനം, മൂന്നാമത്തേത് യോർദാനിലെ ഗർഭം, നാലാമത്തേത് തിമിംഗലം, യോനായെ വിഴുങ്ങിയ തിമിംഗലത്തിന്റെ ഗർഭം. ഈ 4 ജലഗർഭങ്ങൾ കൂടാതെ 5ാമത്തേത് തീച്ചൂളയിലെ ബാലന്മാര്, ഫർണസിൽ വീണില്ലേ ആ അഗ്നിഗർഭം. ഈ 5 ഗർഭങ്ങൾ പഴയ നിയമത്തിലെ സിംബൽസ് ആണ് മാമോദീസയുടെ. അതിലൊന്നാണ് ചെങ്കടൽ സ്നാനം. അപ്പൊ ഫറവോനെയും സൈന്യത്തെയും അവിടെ മുക്കിക്കൊന്നതുപോലെ മാമോദീസായിൽ സാത്താനെയും അവന്റെ സകല സൈന്യങ്ങളെയും മുക്കിക്കൊന്നിട്ട് നമ്മളൊരു രക്ഷാകര ജീവിതം ആരംഭിച്ചു. അതെങ്ങോട്ടാണ്? ഒരു പ്രോമിസിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എന്ത് പ്രോമിസിലേക്കാണ്? ഇസ്രായേൽക്കാർ കനാനിലേക്കാണ് പോയതെങ്കിൽ നമ്മളോട് യേശു പറഞ്ഞു, ഞാൻ 2ാമത് വരും, ഞാൻ അവിടെ വാസസ്ഥലം റെഡിയാക്കാൻ പോവാണ്. ആ പ്രോമിസിന്റെ പുറത്താണ് നമ്മളിവിടെ കുത്തിയിരിക്കുന്നത് കേട്ടോ. ഇല്ലേ, നമ്മുടെ ഗ്രേഡിന്റെ അവസാനത്തെ പാരഗ്രാഫ് എന്താ? പാപമോചനത്തിനുള്ള മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും ദൈവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ ഇവിടെ സോഫയിലും നിലത്തുമായി ഇരിക്കുന്നു. പാർക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടാണോ അവിടെ. എന്തിനാ ഇവിടെ ഇരിക്കണേ? വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവിതം. ആ ഒരു പ്രോമിസിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഇരിപ്പാണ് ഈ 40 വർഷം മോശ മരുഭൂമിയിൽ കൂടി ഇസ്രായേൽക്കാരെ കൊണ്ടുപോയതുപോലെ ഈ ലോകമാകുന്ന മരുഭൂമിയിൽ കൂടി നമ്മൾ ജീവിക്കുകയാണ്. മോശ ഇസ്രായേൽക്കാരെ കൊണ്ട് പോകുന്ന ആ വഴിക്ക് അവർക്ക് നിരവധി പരീക്ഷകളുണ്ട്, ടെസ്റ്റ് ഉണ്ട്, ടെംപ്റ്റേഷൻ ഉണ്ട്, നിരവധി പ്രലോഭനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിന് സമാന്തരമായി ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിതൂണായി, അപ്പമായി, കാടപ്പക്ഷിയായി, വെള്ളമായി, മധുരമുള്ള വെള്ളമായി, എല്ലാം ദൈവം കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയല്ലേ?
എന്തെല്ലാം ടെസ്റ്റും ടെംപ്റ്റേഷനും ഉണ്ടായാലും ദൈവം നമ്മളെ ഇങ്ങനെ ഒരു കൈ കൊണ്ട് താങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം നമ്മുടെ ജീവിതമായിട്ട് സാമ്യമുണ്ട് ഈ യാത്രയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഇതും സൗമ്യതയുമായിട്ട് എന്താണ് ബന്ധം? ഈ യാത്രയുടെ നായകനാരാണ്? മോശയാണ്. മോശ ഈ യാത്ര ആരംഭിക്കുമ്പോഴും മോശ ഈ യാത്ര അവസാനിക്കുമ്പോൾ അയാളുടെ സ്വഭാവം നോക്കണം. മോശ ഈ യാത്ര ആരംഭിക്കുമ്പോൾ മോശയ്ക്ക് മൂക്കത്താണ് ദേഷ്യം. ആ ദേഷ്യം കാരണം ഒരുത്തിനെ തല്ലി കൊല്ലുക വരെ ചെയ്യുന്നു, ഇല്ലേ? ഈ യാത്ര അവസാനിക്കാറാവുമ്പോൾ ആവർത്തന പുസ്തകത്തില് മോശയെ കുറിച്ച് എന്താ പറയുന്നത്? മോശയെ പോലെ സൗമ്യനായ ഒരാളില്ല. അത്രയും ദേഷ്യമുള്ള ആളാണ്, ഇത്രയും സൗമ്യൻ. എന്തൊരു ക്വാളിറ്റേറ്റീവ് ചേഞ്ചിലേക്കാണ് ഇയാൾ വരിക. ശരിക്കും 6 ലക്ഷം വരുന്ന ജനക്കൂട്ട അയാളെ മര്യാദ പഠിപ്പിച്ചാണോ? ഈ വിശ്വാസികൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രത്യേകിച്ച് ഈ വലിയ പള്ളിയിലൊക്കെ. ചില പള്ളിയിലൊക്കെ എല്ലാ ഭദ്രാസനത്തിലും ഉണ്ട് അച്ഛന്മാരെ മര്യാദ പഠിപ്പിക്കുന്ന പള്ളികൾ. അങ്ങനെയൊന്നുമില്ലല്ലോ മര്യാദ പഠിപ്പിക്കുന്ന പള്ളി. അപ്പൊ അങ്ങനെ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. കാരണം അച്ഛന്മാര് അങ്ങനെയൊന്നും മര്യാദ പഠിപ്പിക്കും. നിങ്ങൾ എത്ര വിചാരിച്ചാലും ഞങ്ങൾ നന്നാവത്തില്ല. ഞങ്ങൾ നന്നാവണേ ആര് വിചാരിക്കണം? ഓ, ദൈവം എന്ന് വിചാരിച്ചാണ്. ആര് വിചാരിക്കണം അറിയോ? ഞങ്ങൾ തന്നെ. മോശ അങ്ങനെ വിചാരിച്ചു. മോശ അങ്ങനെ വിചാരിച്ചിട്ട് മോശ സീനായി മലയിൽ കയറിയിരുന്ന് 40 ദിവസം നോമ്പെടുത്ത് തപസ് ചെയ്തു. എന്നിട്ട് ദൈവത്തിൽ നിന്നൊരു കോഡ് ഓഫ് കോണ്ടക്ട് ചോദിച്ചു വാങ്ങി. ഒരു പെരുമാറ്റച്ചട്ടം, ഒരു ഡിസിപ്ലിൻ. 10 കൽപ്പനയുണ്ട്, 10 കമാൻഡ്മെന്റ്സ്. എന്നിട്ട് അത് സ്വന്തം ജീവിതത്തിലും താൻ ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ ജീവിതത്തിലും അയാളത് പ്രാക്ടീസ് ചെയ്തു. ഇങ്ങനെ കൃത്യമായ നിഷ്ഠാബദ്ധമായ ഒരു ജീവിതം, ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കുമ്പോഴാണ് നമ്മൾ ഒരു ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോട് സാധാരണ പറയില്ല അച്ചടക്കത്തോടെ ജീവിക്കണമെന്ന്. എന്താ ഈ അച്ചടക്കം? ആ വാക്കിന്റെ എറ്റിമോളജി അച്ചിലമരുന്നതാണ് അച്ചടക്കം. അച്ചെന്ന് പറഞ്ഞാൽ മോൾഡ്, അല്ലേ? അതായത് ഇപ്പൊ സ്വർണം നമുക്ക് ഇഷ്ടമാണെങ്കിലും ഈ സ്വർണത്തിന്റെ ഒരു പീസ് ഇങ്ങനെ കൊണ്ട് ആരിലും മാല കെട്ടി തൂക്കും, ഇല്ല? പിന്നെ എന്തോ ചെയ്യും? ഒരു തട്ടാൻ്റെ അടുത്ത് കൊണ്ടിട്ട് അയാളോട് പറയും ഇങ്ങനെ കുരിശിന്റെ ആകൃതിയിൽ ഒരു ലോക്കറ്റ് ഉണ്ടാക്കണം, അല്ലെ ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഒരു ലോക്കറ്റ് ഉണ്ടാക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാളിങ്ങനെ ഒരു അച്ചെടുക്കും, ഒരു മോൾഡ് എടുത്തിട്ട് അതിനകത്തോട്ട് ഈ സ്വർണം ഒഴിച്ചിട്ടാണിത് മോൾഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ഒരു ഡിസിപ്ലിനിൽ പോകണമെന്ന് നമ്മുടെ പേരൻസ് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ മോൾഡ് ചെയ്യണം, ഒരു ഓർഡറിൽ നമ്മളെ ഇങ്ങനെ മോൾഡ് ചെയ്യണം. അങ്ങനെ അച്ചിൽ അമരുന്നതാണ് ആഭരണമാകുന്നത്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആളുകളാണ് സമൂഹത്തിൽ ഓർണമെന്റ് ആയിട്ട് അല്ലെങ്കിൽ അലങ്കാരമായിട്ട് നിലനിൽക്കുന്നത്. ഈ 2017 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബെസ്റ്റ് സെല്ലറുകളിൽ ഒരെണ്ണം 2 സെയിൻസ് എന്നുള്ള ഒരു പുസ്തകമാണ്. നമ്മുടെ പഴയ കേന്ദ്രമന്ത്രി അരുൺ ഷൂറിയുടെ ബുക്കാണ്. വളരെ ബൃഹത്തായ ഒരു പുസ്തകം. അതിന്റെ ആദ്യത്തെ 200 പേജ് ഇന്ത്യയിലെ 2 സെയിൻസ്, അതായത് രമണ മഹർഷിയും രാമകൃഷ്ണ പരമഹംസരും, അവരുടെ റിലീജിയസ് ലൈഫ് കൊണ്ട് അവർക്കുണ്ടായ ട്രാൻസെൻഡന്റൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ആദ്യത്തെ 200 പേജിൽ പറയുന്നത്. ഈ രമണ മഹർഷി ഒരു 3 വർഷക്കാലം ടോട്ടൽ സൈലൻസിലിരുന്ന ആളാണ്. രാമകൃഷ്ണ പരമഹംസര് 12 വർഷക്കാലം എക്സ്റ്റാറ്റിക് ആയിട്ട് ബംഗാളിലെ തെരുവിൽ കൂടി സഞ്ചരിച്ച് നടന്ന ആളാണ്. ഇവരുടെ ഈ റിലീജിയസ് ലൈഫ് അവരിൽ ഉണ്ടാക്കിയ ചേഞ്ച് അല്ലെങ്കിൽ അവരുടെ ട്രാൻസെൻഡന്റൽ എക്സ്പീരിയൻസുകളാണ് ആദ്യത്തെ 200 പേജ്. പിന്നെയുള്ള 400 പേജ് ന്യൂറോ സയൻസ് ആണ്. നമ്മുടെ ടെമ്പറൽ ലോബിലും പരീറ്റൽ ലോബിലും ഒക്കെ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഷോക്ക് കൊടുത്താൽ പോലും നമുക്ക് ഈ പറയുന്ന റിലീജിയസ് ട്രാൻസെൻഡന്റൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കാം. എന്നാൽ ഒരേ ഓർഡറിൽ ഒരേ ഡിസിപ്ലിനിൽ നിരന്തരമായി വർഷങ്ങളോളം ജീവിക്കുന്ന ആളുകൾക്ക് അവർ പോലും അറിയാതെ ഒരു ഇന്നർ ചേഞ്ച് ഉണ്ടാവും. അവർ പോലും അറിയാതെ അവരുടെ കോൺഷ്യസ്നെസ്സിൽ ഉണ്ടാവുന്ന ചില അവയർനെസ്സുകളുണ്ട്. അവർക്കിപ്പോൾ ഈ പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഈ ടെൻഷനെ കുറിച്ചുള്ള അവബോധം തന്നെ നഷ്ടപ്പെടും. ഈ ടെൻഷനെ കുറിച്ചുള്ള ബോധമില്ല, പിന്നെ ടെൻഷൻ ഇല്ല കേട്ടോ. ടെൻഷനിൽ നിന്ന് ടെൻഷൻ ഉണ്ടാകും കേട്ടോ. എന്താ പറഞ്ഞ മാത്യു റിക്കാർഡിനെ 256 ഫിസിസ്റ്റുകളാണ് ബ്രെയിൻ സ്കാനിങ് നടത്തി 3 ദിവസം നടത്തിയിട്ടാണ് അയാളിൽ നിന്ന് ഗാമ റൈസ് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അയാൾക്ക് ആങ്സൈറ്റി ഇല്ല ഒന്നിനെ കുറിച്ച്. നമ്മൾ ആൽഫ ബീറ്റയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വിടുമ്പോഴാണ് അയാൾക്ക് ഗാമയായി വരുന്നത്. വേറെ ലെവലാണ് നമ്മൾ പറയുന്നത് നാട്ടിലിപ്പോ, വേറെ ലെവലാണ്. അപ്പോ ഈ പറയുന്ന ഈ ടെൻഷനിൽ നിന്നാണ് ടെൻസ് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ആ ഒരു കോൺഷ്യസ്നെസ് പോവാണ്. അവർക്ക് ഭയങ്കരമായ ഒരു കമ്പാഷനാണ്. ഇതിന് എല്ലാത്തിനോടും അപാരമായ കരുണയാണ് അവരുടെ ജീവിതത്തിൽ തോന്നുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികൾ അവർക്കുണ്ടാവും എന്നാണ് പറയുക. ഞാൻ ആ ബുക്ക് പരാമർശിക്കാൻ കാരണം ഈ മോശയുടെ ജീവിതവും ഇതുപോലെ തന്നെ ഒരു
ചേഞ്ചിലേക്കാണ് പോകുന്നത്. ഈ സൗമ്യത എന്ന് പറഞ്ഞാൽ പമ്മിയിരിക്കലല്ല, എവിടെയെങ്കിലും പാത്തിരിക്കലല്ല, പിന്നെയോ എല്ലാത്തിനെയും സമമായിട്ട് കാണാനുള്ള സമ്യക് ദർശനമാണ്. ശത്രു വന്നാലും മിത്രം വന്നാലും ദുഃഖം വന്നാലും കോപം വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലും എല്ലാത്തിനെയും സമമായി കാണാനുള്ള ഒരു ഇന്റേണൽ ബാലൻസിന്റെ പേരാണ് സൗമ്യത. സമനില പാലിക്കാനുള്ള, അതാണ് മൂന്നാമത്തെ ഭാഗ്യാവസ്ഥ.